ഹായ്, നിങ്ങൾക്ക് ഇപ്പോൾ 12th പാസ്സായിരിക്കുന്ന CBSE കുട്ടികളൊക്കെ ആണെങ്കിൽ വിത്തൗട്ട് IELTS പോലും സ്വീഡനിൽ ഒരു ബാച്ചിലർ ഡിഗ്രി പഠിക്കാൻ പറ്റും. അറിയോ? ബാച്ചിലർ ഡിഗ്രി ഒരു പ്രോഗ്രാം മാത്രമാണ് ഇപ്പം നമുക്ക് ഓപ്പൺ ആയിരിക്കുന്നത്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമാണ്. 12th നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എലിജിബിലിറ്റി മാത്സ് പഠിക്കുക എന്നുള്ളതാണ്. 10th 12th CBSE അല്ലെങ്കിൽ ICSE പഠിച്ചേക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ IELTSന്റെ റിക്വയർമെൻറ്റും ഉണ്ടാവില്ല. പക്ഷേ സ്റ്റേറ്റ് ബോർഡിലാണ് നിങ്ങൾ പഠിച്ചേക്കുന്നത് എങ്കിൽ നിങ്ങൾ IELTS ഓവറോൾ 6.5 അല്ലെങ്കിൽ PTE 62 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാച്ചിലർ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ജാനുവരി 2025 ആണ് ഇൻടേക്ക്. സാധാരണ സ്വീഡനിൽ ഒരു ഇൻടേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മെയിൻ ഇൻടേക്കാണ്, സെപ്റ്റംബർ ആണ് വരുന്നത്. പക്ഷേ ഇൻടേക്ക് ഒരു ചെറിയ ഇൻടേക്കാണ്, കുറച്ച് പ്രോഗ്രാംസ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ബാച്ചിലർ ഡിഗ്രി ഇപ്പോൾ ഓപ്പൺ ആയേക്കുന്നത് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനാണ്. കൂടാതെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മാസ്റ്റേഴ്സ് ഡിഗ്രി കുറച്ച് പ്രോഗ്രാംസ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അതായത് ബയോ ഇൻഫർമാറ്റിക്സ് ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റ സയൻസ് ഉണ്ട്. ഇത്രയും പ്രോഗ്രാംസ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. നിങ്ങൾ ഒത്തിരി ഗ്യാപ്പ് വന്നവരാണെങ്കിൽ, കാരണം വെച്ചാൽ ഈ റീസെൻറ്റ് പാസ്ഡ് ഔട്ട്സ് ഒന്നും അല്ല, കുറേ നാളത്തെ ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്ക് ചെയ്തതാണ് നമ്മുടെ സ്റ്റഡീസ്, എങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനൊരു ഓപ്ഷനും സ്വീഡൻ തരുന്നുണ്ട്. ഇനി 12th കഴിഞ്ഞിട്ട് കുറേ നാളത്തെ ഗ്യാപ്പായി, നിങ്ങൾ മാരീഡ് ആണ്, സ്പൗസുമായിട്ട് പോകാൻ പറ്റണം എങ്കിലും സ്വീഡൻ ബാച്ചിലേഴ്സ് ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. സ്റ്റഡിഗോ ഓവർസീസ് കൺസൾട്ടൻസ്. താങ്ക് യു.